മനുഷ്യർക്കിടയിലെ വേർതിരിവുകൾ ഇനിയും അവസാനിക്കാത്ത നമ്മുടെ സമൂഹത്തിൽ വെറും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ ലോകത്തിന് വലിയൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ആദിലയുടെയും നൂറയുടെയും മനസ്സ് നിറച്ച ഫോർട്ട് കൊച്ചിയിൽ നടന്ന ആ മനോഹര നിമിഷം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഫോർട്ട് കൊച്ചിയിലെ തിരക്കുകൾക്കിടയിൽ വെച്ച് ആദില നസ്രിന്റെയും നൂറയുടെയും മനസ്സ് നിറച്ച ഒരു മനോഹര നിമിഷത്തെക്കുറിച്ചാണ് ആദില ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. നമ്മൾ മുതിർന്നവർ പലപ്പോഴും മനുഷ്യരെ പല തട്ടുകളിലാക്കി തിരിക്കുമ്പോൾ കുട്ടികളുടെ ലോകം എത്രത്തോളം നിഷ്കളങ്കമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആ അനുഭവം. കണ്ണൂരിൽ നിന്നും വിനോദയാത്രയ്ക്കെത്തിയ ഒരു കൂട്ടം കൊച്ചുകുട്ടികൾ ആദിലയെയും നൂറയെയും കണ്ടപ്പോൾ ആവേശത്തോടെ ഓട്ടി അടുത്തുകൂടി. ബിഗ് ബോസ് എന്ന് വിളിച്ചുകൊണ്ട് അവർക്കൊപ്പം സെൽഫി എടുക്കാനും സംസാരിക്കാനും ആ കുരുന്നുകൾ കാണിച്ച താൽപര്യം തങ്ങളെ അത്ഭുതപ്പെടുത്തിയെന്ന് ആദില പറയുന്നു. അവിടെ ആ കുട്ടികൾ ആദിലയെയും നൂറയെയും കണ്ടത് ലിംഗഭേദത്തിന്റെയോ ലൈംഗികതയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലേബലുകളുടെയോ അടിസ്ഥാനത്തിലായിരുന്നില്ല, മറിച്ച് 2 സാധാരണ മനുഷ്യരായിട്ടാണ്. പലപ്പോഴും തങ്ങളുടെ പ്രണയവും ജീവിതവും സമൂഹത്തെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുമെന്ന് വിമർശിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയും ആദില ഈ പോസ്റ്റിലൂടെ നൽകുന്നുണ്ട്. ഞങ്ങളെ കണ്ട് സ്വാധീനിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരേ ലിംഗത്തിൽപ്പെട്ടവരെ പ്രണയിക്കുക എന്നതല്ല, മറിച്ച് ജാതിയോ മതമോ ലിംഗഭേദമോ നോക്കാതെ മനുഷ്യരെ മനുഷ്യരായി സ്നേഹിക്കാൻ പഠിക്കുക എന്നതാണ്. ഈ ലോകം കുറച്ചുകൂടി സുരക്ഷിതവും സമാധാനപരവുമാകാൻ വെറുപ്പിനേക്കാൾ സ്നേഹത്തിനാണ് കരുത്തുള്ളതെന്ന് ആ കുരുന്നുകൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും ഒന്നായിരിക്കെ എന്തിനാണ് മനുഷ്യർക്കിടയിൽ ഇത്രയേറെ വെറുപ്പ് എന്ന് ആദില ചോദിക്കുന്നു. വരും തലമുറയുടെ ഈ വലിയ മനസ്സിനെ കരുതലോടെ സംരക്ഷിക്കണമെന്നും സ്നേഹം അതിന്റെ ഏത് രൂപത്തിലാണെങ്കിലും അത് ലോകത്തെ നന്മയിലേക്ക് മാത്രമേ നയിക്കൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ആദില തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. മാറ്റം തുടങ്ങുന്നത് ഇത്തരം കുഞ്ഞു മനസ്സുകളിൽ നിന്നാണെന്ന് ഈ സംഭവം നമ്മെ വീണ്ടും ബോധ്യപ്പെടുത്തുന്നു.